ഈ ഒരാൾ നമ്മുടെ ഫുഡിന് ടേസ്റ്റ് കൂടുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയും പിന്നീട് ആ ഒരു പ്രൊഡക്റ്റ് തന്നെ വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയി മാറുകയാണ്. ദിസ് ഈസ് കിക്കുനി ഇക്കുഡ. അദ്ദേഹം ജപ്പാനിലെ ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്. 1908 താൻ കുടിച്ചുകൊണ്ടിരുന്ന സൂപ്പിൽ ഇയാൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് നോട്ടീസ് ചെയ്യുകയാണ്. ഇറ്റ്സ് നോട്ട് സ്വീറ്റ്, സോൾട്ട്, സോർ ഓർ ബിറ്റർ. അത് മറ്റൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് ഈ ഒരു ടേസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്കിഡ റിസർച്ച് ആരംഭിക്കുകയാണ്. അങ്ങനെ 1908 ഇക്കിഡ സ്വീറ്റ്, സോൾട്ട്, സോർ, ബിറ്റർ എന്നീ മനുഷ്യനുള്ള എസെൻഷ്യൽ ടേസ്റ്റിന് പുറമെ ഉമാമി എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് കൂടി ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അതായത് നമ്മൾ ഈ ചീസ്, മഷ്റൂം, മീറ്റ് ഇതെല്ലാം കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ആണ് ഉമാമി. ഗ്ലൂട്ടാമേറ്റ് എന്ന ഘടകമാണ് ഉമാമി എന്ന ടേസ്റ്റിന് കാരണം. അങ്ങനെ നമ്മുടെ ഫുഡിന് ഉമാമി എന്ന ടേസ്റ്റ് കിട്ടാനായി അദ്ദേഹം മോണോസോഡിയം ഗ്ലൂട്ടാമിൻ അഥവാ MSG എന്ന് പറയുന്ന പെർസിപ്പിറ്റേറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നീട് MSGനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം 1909 അജിനോമോട്ടോ എന്ന് പറയുന്ന കമ്പനി പേരിൽ ഇതിന് പേറ്റന്റ് എടുക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള തട്ടുകട മുതൽ ലോകത്തുള്ള എല്ലാ റെസ്റ്റോറന്റുകളിലും അജിനോമോട്ടോയുടെ പ്രസൻസ് കാണാം. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഓർ അജിനോമോട്ടോയുടെ പേരിൽ ഒരുപാട് തരത്തിലുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈവൻ ആളുകൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഫുഡ് പോയിസൺ പോലുള്ള ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം വരെ ഇതിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനങ്ങൾ പറയുന്നത് അജിനോമോട്ടോ യൂസ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്നാണ്. അജിനോമോട്ടോ യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈസ് ഇറ്റ് ഗുഡ്, ബാഡ് ഓർ അഗ്ലി? ടെൽ മീ ഇൻ ദ കമന്റ് സെക്ഷൻ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക.